ഒരു പെൺകുട്ടി പൊന്നുമ്മയുടെ, ഞാനിത് പറയുമ്പോൾ എന്തൊക്കെയാണ് നാട്ടുകാരെ നമ്മുടെ നാടുകൾ നടക്കുന്നത്. നമ്മുടെ ജില്ലയിൽ വരെ എത്തി, താലൂക്കിലും എത്തി, നമ്മുടെ മഹല്ലുകളും എത്തി എന്നർത്ഥം. നമ്മുടെ മഹല്ലുകൾ വരെ എത്ര പെൺകുട്ടികളായി ചാടിപ്പോകുന്നത്. എന്താണ് ഈ കേൾക്കുന്നത്? 10, 18, 20 കൊല്ലമൊക്കെ പോറ്റി വളർത്തിയ ആ പൊന്നുമ്മയെ ഒരു മിനിറ്റ് സുഖത്തിന് വേണ്ടി, ഒരു 2 മിനിറ്റ് ഏതോ ഒരു സെക്കൻഡ് സുഖത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൻ്റെ ദുർഗതി, അതിൻ്റെ ഒരു വിഷമകരമായ അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി. ഈ ഉമ്മ കൂടെ പോയി മോളെ എന്ന് വിളിച്ചിട്ട് ആ പൊന്നു ഉമ്മ മകളുടെ ചാരത്ത് ചെന്ന് മോളണച്ചുകുട്ടി കരയുമ്പോൾ ഈ പെൺകുട്ടി ഉമ്മാനെ വലിച്ചെടുക്കുന്ന കാഴ്ച കാണും. ഉമ്മയെ വലിച്ചെടുന്ന കാഴ്ച, നഊദു ബില്ലാഹ്. ആ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടിയൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഇന്ന് ആ പെൺകുട്ടിയുടെ ദുർഗതി നിങ്ങൾക്ക് കേൾക്കണം. അന്ന് ഞാൻ വഅദ് പറഞ്ഞത് എന്താണെന്നറിയോ? അത് നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ആ ഉമ്മ മകളുടെ കാൽക്കലങ്ങ് വീണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പറഞ്ഞത്? എൻ്റെ ഉമ്മ പെങ്ങന്മാർക്കൊക്കെ ചിലവർക്കൊക്കെ അറിഞ്ഞേക്കാം, അതിൻ്റെ സീഡികളും ഇറങ്ങിയിട്ടുണ്ട്. ആ പെൺകുട്ടി മുഖത്ത് നോക്കിയിട്ട് അവിടെയുള്ള ആളുകൾ പറയുക, മോളെ നിൻ്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, മോളെ നിൻ്റെ ഉമ്മയാണ് വന്നിട്ടുള്ളത്, ഉമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി പച്ചയിൽ പറഞ്ഞു, ഉമ്മനിക്ക് വേണ്ട, ഉമ്മനിക്ക് വേണ്ട. ഉടനെ തന്നെ ആ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ കാൽക്കലങ്ങ് വീടുന്നുണ്ട്. അതിൻ്റെ വീഡിയോക്ക് ഒന്ന് കാണുൻ നല്ലതാണ്. കാൽക്കലങ്ങ് വീടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ മോളെ. ആ ഉമ്മ കാൽക്കലങ്ങ് വീണ് മകളുടെ 2 കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട്. മകളുടെ 2 കാലിനിടയിലാണ് ഉമ്മയുടെ തല. ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നറിയോ? ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നുണ്ട്. മോളെ, എന്താണ് മക്കളെ, ആരുടെ നെഞ്ചത്താണ് നീ ചവിട്ടുന്നത്? നിനക്ക് 2 കൊല്ലത്തോളം മുലയൂട്ടി തന്ന, നിനക്ക് 2 കൊല്ലത്തോളം മുല നൽകിപ്പോയ, മുലപ്പാല് നൽകിയ ആ പൊന്നുമ്മയുടെ മാറിടത്തിലാണ് മോളെ നീ ചവിട്ടുന്നത്. ആർക്ക് വേണ്ടി? ഒരു വൃത്തികെട്ടവന് വേണ്ടി, ഒരു വൃത്തികെട്ട ഒരു ചെക്കന് വേണ്ടിയിട്ട്. അവൻ എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് നടന്നവനാണ്, അവൻ എത്ര പെൺകുട്ടികളെ ചാടിച്ചവനാണ്. അവന് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നത്. ചവിട്ടിയപ്പോഴും ഈ ഉമ്മ കാല് വിട്ടില്ല പെൺകുട്ടിയെ. അവസാനം ഈ പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എനിക്ക് മുതഅല്ലിമീങ്ങൾ ആ ക്ലിപ്പൊന്ന് കാണിച്ചു തന്നു. എൻ്റെ മനസ്സ് പതറി. കാരാണ് ഈ പെൺകുട്ടി ആ ഉമ്മയുടെ കവടത്ത് ഇങ്ങനെ ചവിട്ടി നിന്നപ്പോൾ, ഒരു ഉമ്മയുടെ കവടത്ത് ചവിട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത പുളകി മറിയുന്ന ഉമ്മ കൈവിട്ടു. കൈവിട്ട സമയത്ത് ഈ പെൺകുട്ടി ഓടി ചെക്കൻ്റെ കൂടെ, അവൻ ബൈക്കിലിരിക്കുന്ന ചെക്കൻ്റെ കൂടെ പോയി ബൈക്കിൻ പിന്നിൽ ആ ബൈക്കിന് പോകുന്നതും ഈ ഉമ്മ പോടും എഴുന്നേറ്റിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, മോളെ എന്നൊരു വിളി. ഉമ്മാക്കാരുമില്ല, ഈ ഉമ്മാക്ക് പെൺകുട്ടിയല്ലാതെ ആരുമില്ല. മോളെ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. മോളെ. ആ ഉമ്മയുടെ നെടുവീർപ്പ് ആരോട് പറയാൻ കഴിയും? പക്ഷേ ഞാനിപ്പോൾ വഅദ് പറയുമ്പോൾ, അന്ന് നിങ്ങളോട് വഅദ് പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടി ചാടിപ്പോയ കഥയാണ്. ഇന്ന് ആ പെൺകുട്ടി ആർക്കും വേണ്ടാത്ത ഉപ്പ് തൊട്ട കലം പോലെ ഈ ഉമ്മയുടെ കൂടെയുണ്ടെന്ന് ഓർക്കണം. ആരുമില്ല അവൾക്ക്, ഈ ചെക്കനില്ല, മറ്റുള്ളവരില്ല, വേറെ. കാരണം ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയി. പിന്നൊക്കെ പ്രശ്നം തന്നെ. ആർക്ക് വേണം ഈ കാണുന്ന ജീവിയെ? അത് മൈക്കിലൂടെ പറയാൻ പ്രയാസമുണ്ട്. അവസാനം ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഈ പെണ്ണ്, ആ ഉമ്മ ഇങ്ങനെ നോക്കി വളർത്തുന്നുണ്ട്. ആർക്ക് വേണം? പക്ഷേ ഉമ്മ കൈവെടിയോ? മക്കളെ, ഉമ്മ കൈയൊടുക്കോ? ആ ഉമ്മയല്ലേ പെൺകുട്ടിയെ 10 മാസം നൊന്ത് പ്രസവിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഉമ്മയുടെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിച്ചാൽ ഉമ്മയുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന. മോളെ, നിന്റെ നെഞ്ചത്തുള്ള എല്ലുകൾ കൊത്തിമുറിക്കുന്നുവെങ്കിൽ നിന്റെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന ഈ പെൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത ചണ്ടിയായി ഏതോ ഭാഗത്തുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ഓടിയെത്തിയതും ഈ ഉമ്മ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറെ ചാടിപ്പോയ പെൺകുട്ടികളുണ്ട്. അവസാനം ചാടിപ്പോയി തിരിച്ചു വരുമ്പോൾ
മോളെ എന്ന് വിളിച്ചിട്ട് കാരണം ഉമ്മാക്ക് കൈയൊടിക്കാൻ കഴിയില്ല, ഉമ്മാക്കൊരിക്കലും അവളെ കൈയൊടിക്കാൻ കഴിയില്ല. മനസ്സ് വേദനയുണ്ട്, പക്ഷെ മക്കളെ കൈയൊടിക്കാൻ കഴിയോ? ഈ പെൺകുട്ടി ആ പെൺകുട്ടിയെ പോയി വയറ് നിറയെ ഭക്ഷിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമോളെ എന്ന് പറഞ്ഞ്, ഏത് മോളെന്നറിയോ? ഈ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന പെൺകുട്ടി, ഉമ്മയുടെ കവളത്തെ ചവിട്ടിയിട്ട് ഒരു സെക്കൻഡ് കൂടെ ഇറങ്ങിപ്പോയവളെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി വയറ് നിറയെ ഭക്ഷിപ്പിച്ചുകൊണ്ട് കഴിക്കുമോളെ എന്ന് പറഞ്ഞ് വീണ്ടും വളമ്പി കോരിക്കൊടുക്കുന്ന ഉമ്മ. ഒരവസ്ഥയിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം കേട്ടോ. എന്താണ് എൻ്റെ പെൺകുട്ടികളോട് ഞാൻ പറയുക? മോളെ, അരുത് മക്കളെ, അരുത്. ഉമ്മാനെ നിങ്ങൾ വലിച്ചെറിയരുത്, നമ്മുടെ ഉപ്പയെ വലിച്ചെറിയരുത്. പാവങ്ങളാണ്, സാധുക്കളാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഇന്ന മിനൽ കബായിർ മിനൽ കബായിരി ശത്മുർ റജുലി, ഇന്ന മിനൽ കബായിരി ശത്മുർ റജുലി വാലിദൈ. ഒരു മനുഷ്യൻ ബന്ധോഷത്തിൽപ്പെട്ടതാണ് ഒരു ആൺകുട്ടി മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്, മാതാപിതാക്കളെ എന്തെങ്കിലും അതുകേടായി സംസാരിക്കുക എന്നുള്ളത്. മാതാപിതാക്കളെ ചീത്ത പറയുന്ന മക്കളെ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ, തെറി വിളിക്കുന്ന മക്കളെ, മാതാപിതാക്കളെ അകറ്റി നിർത്തുന്ന മക്കളെ മൽഊനൻ മൽഊൻ മൻ ലഅന അബാ, ഉപ്പാനെ തെറി വിളിക്കുന്ന മക്കൾ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ഉപ്പയെ മോശമാക്കുന്ന മക്കൾ, ഉപ്പയെ തെറി വിളിക്കുന്ന മക്കൾ പേരെടുത്ത് പറയുന്നു ഉപ്പ എന്ന്. മൽഊനുൻ മൻ ലഅന അബാ മൽഊൻ മൻ ലഅന ഉമ്മഹു. റസൂലുള്ളാഹിയാണ് പഠിപ്പിക്കുന്നത്, മഹാന്മാരാണ് വിവരിക്കുന്നത്, പണ്ഡിത ലോകമാണ് എഴുതി വെക്കുന്നത്. ഉപ്പയെ ചീത്ത പറയുന്ന മക്കൾ, ഉമ്മയെ തെറി വിളിക്കുന്ന മക്കൾ, ഉമ്മയെ കരയിപ്പിക്കുന്ന മക്കൾ അവർ ശാപത്തിൻ്റെ ഉടമയാണ്. ഫഅലൈഹി ലഅനത്തുല്ലാഹ് ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ട്, അവർക്ക് അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ട്. ഇത് മഹാന്മാർ എഴുതി വെക്കുന്നുവെങ്കിൽ നഊദു ബില്ലാഹ്. ഞാൻ എൻ്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു, പ്രണയ കല്യാണത്തിൻ്റെ അന്ത്യമെന്തെന്ന് ചോദിച്ചാൽ, പ്രണയ വിവാഹം പ്രേമിച്ച് കല്യാണം നടത്തുന്നത് കൊണ്ട്, പ്രേമവിവാഹം പ്രണയവിവാഹം അതുകൊണ്ട് ലഭിക്കുന്ന ഭവിഷ്യത്ത് മാതാപിതാക്കളുടെ കൽബ് പൊട്ടിക്കൽ തന്നെയാണ്. നിങ്ങൾ പറയും, ഏത് പെൺകുട്ടിയാണ് ഒരു ചെക്കനെ ഇഷ്ടപ്പെട്ട് സ്വയം കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് ഏത് ഉമ്മയുടെ വാപ്പയുടെ അകത്തടത്തിലാണ് സന്തോഷമുള്ളത്? പുറത്ത് കുടുങ്ങി വടിയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ എടക്കര ഭാഗത്തല്ലേ, കഴിഞ്ഞ പ്രായം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ തൊട്ടടുത്ത് പള്ളിയിൽ നിന്നാ ഭാഗത്ത് എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ എടക്കര ഭാഗത്ത് പെണ്ണ് എനിക്ക് ഇന്ന ചെക്കൻ എന്നെ കല്യാണം കഴിച്ചു, പേരെടുത്ത് പറഞ്ഞത്രേ, പേരെടുത്ത് പറയുക, ഇന്ന ആൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. മോളെ 18 തികഞ്ഞ് 2 ആഴ്ചയല്ലേ ഉള്ളൂ, അപ്പം ഈ പെൺകുട്ടി വരെ ഞാൻ ചാടിപ്പോകുന്നു, ഉമ്മാൻ്റെ മുഖത്തൊക്കെ ഞാൻ ചാടിപ്പോകുന്നു പറഞ്ഞു. അത് ഉമ്മ വാപ്പാനോട് പറഞ്ഞു. അപ്പോൾ ഉപ്പ നാട്ടിലൊരു നല്ല മനുഷ്യനാണ്, 5 വക്തിനും പള്ളിയും ഒരു സാധു. ആ ഉപ്പ പറഞ്ഞു ഭാര്യയോട്, ഈ ഉമ്മയോട്, ചാടിപ്പോയാൽ നമ്മുടെ ജീവിതമൊക്കെ പോയില്ലേ, ഈ നാട്ടിൽ പിന്നെ തലപൊക്കി നടക്കണം, അപ്പം നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാറ്. കല്യാണം കഴിച്ചു കൊടുത്തു, എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടറിയാം. കല്യാണം കഴിച്ചു, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പറയുകയാണെങ്കിൽ എനിക്കവനെ വേണ്ട. ഇത്ര എളുപ്പമുണ്ടറിയാം, ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തിയിട്ട് പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പെട്ടെന്നാ എനിക്കവരെ വേണ്ട. അപ്പോൾ ഉമ്മ അത് ഈ വാപ്പയോട് പറഞ്ഞു. ഉപ്പ വന്ന് മോളോടൊന്ന് ദേഷ്യം പിടിച്ചെന്തോന്ന് പറഞ്ഞു പോയതാണ്. ഉടനെ തന്നെ പെൺകുട്ടി ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് പറഞ്ഞു, പ്രായപൂർത്തി 18 വയസ്സ് തികയാതെ എൻ്റെ ഉമ്മയും ഉപ്പ എന്നെ കല്യാണം കഴിച്ചു വിട്ടുപോകുന്നു. ആ പാവങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 20 കൊല്ലത്തെ തടവ് ശിക്ഷ. നാട്ടുകാരൊക്കെ കൂടി ഇപ്പം രക്ഷപ്പെടുത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു. എന്താവട്ടെ,
ഈ പെൺകുട്ടി ഒരൊറ്റ കോള്. ഉപ്പൊന്ന് ദേഷ്യം പിടിച്ചിട്ടുള്ളൂ, വാപ്പാക്ക് ദേഷ്യം പിടിക്കാൻ അധികാരമൊന്നുമില്ല മക്കളെ. എന്താണ് കുട്ടികളെ നിങ്ങൾ ഈ പറയുന്നത്? ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഭാവിയിൽ എത്ര നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഉപ്പ ദേഷ്യം പിടിക്കുമ്പോഴേക്കും ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേ. എന്തൊരു ദുർഗതി, നഊദുബില്ലാ. വളരെ മോശപ്പെട്ടൊരവസ്ഥ. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഉമ്മാനെ വെട്ടിക്കൊന്നിട്ടിപ്പോൾ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? പടുത്താണ്, ഒരു കൊല്ലം തികയുന്നേ ഉള്ളൂ. ഒരു ഉമ്മയെ വെട്ടിക്കൊന്നു, ഒരു ഉമ്മയെ പച്ചയിൽ വെട്ടിക്കൊന്നു. ഒരു മകൻ ഉപ്പയുടെ കഴുത്തറുത്തു. ഇത് രണ്ടും മലയാള മണ്ണിൽ നടന്നു പോയൊരു സംഭവമാണ്. ബാപ്പയുടെ കഴുത്തറുത്തു. കഴുത്തറുക്കുമ്പോൾ കോടിനറുക്കുന്നത് പോലെ സക്രാത്തിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ പിടയുമ്പോൾ ഉപ്പ ചോദിച്ചത്ര, ഒരു തുള്ളി വെള്ളം താ മോനെ. മോൻ കൊടുത്തില്ല. പെടഞ്ഞ് വാപ്പ മരിച്ചു. അവൻ പറയാണത്ര, എനിക്ക് ഉപ്പയാണെന്ന് തിരിഞ്ഞു പോയില്ല, മനസ്സിലായില്ല. ഇനി എവിടെ പോയി? വാപ്പ പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ലോകത്ത് എന്ത് കൊടുത്താലും മക്കളെ എഞ്ഞൊരുപ്പാന കിട്ടും. ഒരു എളാപ്പ പോയ മറ്റൊരു എളാപ്പയുണ്ടാവും. ഒരു മൂത്താപ്പ ഇല്ലെങ്കിൽ മറ്റൊരു മൂത്താപ്പ ഉണ്ടാവാം. ഒരു എളാമയില്ലേ മറ്റൊരു എളാമയുണ്ടാവാം. ഒരു ഉമ്മ പോയാൽ ഇനി ലോകത്തൊരു ഉമ്മാനെ കിട്ടുമോ? ഒരു ഉപ്പ പോയാൽ ഈ ഭൂമിയിലൊരു വാപ്പാനെ കിട്ടുമോ? നിങ്ങൾ പറയും. ആരാണ്? എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഈ ചില്ലറ വിഷയത്തിന് വേണ്ടി മാതാപിതാക്കളെ അകറ്റി നിർത്തിയിട്ടും വേദനിപ്പിച്ചുകൊണ്ടും ജീവിക്കുന്നുവെങ്കിൽ മോനെ, എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് ചോദിക്കുന്ന മക്കളെ, നിങ്ങൾ ഒരു വേള രാത്രി കിടക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. ഉപ്പയുടെ കണ്ണടഞ്ഞാൽ ഇനി ലോകത്തൊരു ഉപ്പാനെ കിട്ടുമോ നമുക്ക്? നമ്മുടെ ഉമ്മയുടെ കണ്ണടഞ്ഞാൽ ഭൂമിയിലൊരു ഉമ്മാനെ കിട്ടുമോ? കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത, കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത രണ്ട് മുത്തുകൾ ഭൂമിയിൽ ലോകത്തല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്.